ലാലേട്ടന്റെ ചരമദിനത്തിന്റെ പ്രത്യേകത, കേന്ദ്ര സർക്കാർ ഒരു ബഡ്ജറ്റ് അവതരിപ്പിച്ച് അധിക സമയമായിട്ട് ഞെട്ടിക്കുന്നതാണ് ഇത്തവണത്തെ ബഡ്ജറ്റും ബഡ്ജറ്റിന് ശേഷമുള്ള കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിയുടെ പ്രസ്താവനയും രണ്ടും ഞെട്ടിക്കുന്നു. ബഡ്ജറ്റിന്റെ ഞെട്ടലിൽ ഇങ്ങനെ തരുത്തു നിൽക്കുമ്പോഴാണ് കേന്ദ്രമന്ത്രി ജോർജ് കുര്യന്റെ മറ്റൊരു ഞെട്ടിക്കൽ പ്രസ്താവന വരുന്നത്. ഇടി വെട്ടിയവനെ പാമ്പ് കടിച്ചു എന്ന് പറയുന്നത് പോലെയാണ് മലയാളിയുടെ സ്ഥിതി. ബഡ്ജറ്റ് ഒരു മലയാളി എന്നുള്ള നിലയിൽ പരിശോധിക്കുമ്പോൾ നിരാശാജനകമാണ്, ദൗർഭാഗ്യകരമാണ്, പ്രതിഷേധാർഹമാണ്. ഇന്ത്യയുടെ ഭാഗമാണോ അല്ലയോ കേരളം എന്ന് തോന്നുന്നതാണ് ബഡ്ജറ്റ്. ബഡ്ജറ്റിൽ നിരോധിക്കപ്പെട്ട ഒരു പദപ്രയോഗമായി കേരളത്തെ കാണാവുന്നതാണ്. കേരളത്തെ നിരോധിച്ചൊരു ബഡ്ജറ്റാണ്. ആ ബഡ്ജറ്റിന്റെ പല കാര്യങ്ങളും ഞാനിങ്ങനെ ഓടിച്ചു നോക്കി. ഞാൻ രതീഷിനോട് പറയുമായിരുന്നു, ബഡ്ജറ്റ് കയ്യിലുണ്ട്, മുഴുവൻ നോക്കാൻ പറ്റില്ല, പക്ഷെ ഓടിച്ചു നോക്കുകയായി. അതിൽ കേരളത്തെ കുറിച്ച് എവിടെയും പറഞ്ഞിട്ടില്ല. ഇനി ഒരു മലയാളി എന്ന വികാരത്തിന്റെ ഭാഗമായിട്ടല്ലാതെ ബഡ്ജറ്റിനെ ഒന്ന് നോക്കിയാൽ ബഡ്ജറ്റ് നല്ല ബഡ്ജറ്റാണോ? ഏതൊരു ബഡ്ജറ്റും അഭിസംബോധന ചെയ്യേണ്ടത് ആ നാട്ടിലെ ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങളെയാണ്. രാജ്യത്തിന്റെ അടിസ്ഥാന പ്രശ്നങ്ങൾ, രാജ്യത്തിലെ ജനങ്ങൾ അനുഭവിക്കുന്ന വിഷയങ്ങളെ പാടെ മറന്നൊരു ബഡ്ജറ്റാണ്. അതില് അത്ഭുതപ്പെടേണ്ടതില്ല. BJP എന്ന രാഷ്ട്രീയ പാർട്ടി പിന്തുടരുന്ന നയം, നവ ഉദാരവൽക്കരണ നയം, ഒരിക്കലും ആ ഗവൺമെന്റിനെ, മഹാഭൂരിപക്ഷം വരുന്ന സാധാരണ മനുഷ്യരുടെ പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്യാൻ അനുവദിക്കില്ല. ചെറു ന്യൂനപക്ഷം വരുന്ന കോർപ്പറേറ്റുകൾ, അതിസമ്പന്നന്മാരുടെ താല്പര്യമാണ് നവ ഉദാരവൽക്കരണ നയം എല്ലാ കാലത്തും പ്രോത്സാഹിപ്പിക്കുന്നത്. നവ ഉദാരവൽക്കരണ നയത്തിന്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങൾക്ക് ഊന്നൽ നൽകുന്നതാണ് ഈ ബഡ്ജറ്റ്. ഞാൻ അതിന്റെ ഓരോ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. തന്ത്രപ്രധാനമായ മേഖലകൾ ഒരിക്കലും സർക്കാരിന്റെ കയ്യിൽ നിന്ന് പോരുത്. അത് നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടന പറയുന്ന പ്രശ്നമാണ്. എന്നാൽ തന്ത്രപ്രധാന മേഖലകളെ അടിമുടി സ്വകാര്യവൽക്കരിക്കുന്നതിന് ബഡ്ജറ്റ് മുൻഗണന നൽകി എന്നുള്ളതാണ് അതിന് ഏറ്റവും വലിയ അപകടം. പിന്നെ അതിസമ്പന്നരോടുള്ള വിധേയത്വം. BJP എന്ന രാഷ്ട്രീയ പാർട്ടിയിൽ നിസ്വാർത്ഥമായി പ്രവർത്തിക്കുന്നവരുണ്ട്. അങ്ങനെയുണ്ടല്ലോ, ഓരോ രാഷ്ട്രീയ പാർട്ടിയിലും നമ്മുടെ പാർട്ടി അല്ലാതെ മറ്റു പാർട്ടിയിൽ പ്രവർത്തിക്കുന്നവരൊന്നും ഒക്കെ സ്വാർത്ഥരാണ്, അവരൊക്കെ ആകെ മോശമാണ് എന്നൊരു കാഴ്ചപ്പാട് നമുക്ക് പാടില്ലല്ലോ. ഒരു ആശയത്തിന്റെ ഭാഗമായി അല്ലെങ്കിൽ മറ്റു ചില ബന്ധങ്ങളുടെ ഭാഗമായിട്ടൊക്കെ പല പാർട്ടിയിലും പോയവരുണ്ട്. എന്നിട്ട് നിസ്വാർത്ഥമായി പ്രവർത്തിക്കുന്നവരുണ്ട്. പാർട്ടിക്ക് വേണ്ടി എല്ലാ നിലയിലും ഇടപെടുന്നവരുണ്ട്. പാർട്ടി അല്ലെങ്കിൽ പാർട്ടി നേതൃത്വത്തെ ആശയപരമായി എന്തെങ്കിലും അക്രമം നേരിടുമ്പോൾ സടകുടഞ്ഞ് എഴുന്നേറ്റ് പോകുന്നവരുണ്ട്. സോഷ്യൽ മീഡിയയിൽ ഇടപെടുന്നവർ മറ്റു പാർട്ടിയിലൊക്കെ ഉണ്ട്. അതിൽ സാമ്പത്തികമായി ഭദ്രതയുള്ളവരുമുണ്ട്, പ്രയാസം അനുഭവിക്കുന്നവരുണ്ട്. BJPയിൽ ആകെ എല്ലാവരും സമ്പന്നരാന്നുള്ള അഭിപ്രായം നമുക്കില്ലല്ലോ. BJPക്ക് വേണ്ടി നിസ്വാർത്ഥമായി പ്രവർത്തിക്കുന്ന സാധാരണ മനുഷ്യർ ഈ ബഡ്ജറ്റിന് പഠിച്ചാൽ അവർക്ക് BJP നിൽക്കാൻ പറ്റുമോ? അതിസമ്പന്നരോടുള്ള വിധേയത്വത്തിന്റെ സ്കാനിംഗ് രേഖയല്ലേ ഈ ബഡ്ജറ്റ്. BJPയിൽ പ്രവർത്തിക്കുന്ന സാധാരണ മനുഷ്യർ ഒരിക്കലും അംഗീകരിക്കാൻ സാധ്യമാകാത്ത സ്ഥിതിയാണ് വരുന്നത്. ഇപ്പൊ ഉദാഹരണത്തിന് വിലക്കയറ്റം. നമ്മുടെ രാജ്യം ഉണ്ടായതിനു ശേഷമുള്ള ഏറ്റവും വലിയ പ്രശ്നം നേരിടുക വിലക്കയറ്റം. എന്താണ് ബഡ്ജറ്റിൽ അതിനൊരു പരിഹാരമുള്ളത്? എന്തെങ്കിലും ഉണ്ടോ? ഈ രാജ്യത്തെ പൊതുവിതരണ ശൃംഖലയെ ശക്തിപ്പെടുത്താൻ കൂടുതൽ ഫണ്ട് അനുവദിക്കുന്നു എന്ന പ്രഖ്യാപനമുണ്ടോ? പ്രഖ്യാപനമില്ല എന്ന് മാത്രമല്ല, നിലവിൽ നൽകിയിരുന്ന ഫണ്ട് വെട്ടിക്കുറച്ചു. ഇന്ത്യൻ ജനസംഖ്യയിൽ മഹാഭൂരിപക്ഷവും ഇപ്പോ എടുത്തു പരിശോധിച്ചാൽ ചർച്ച ചെയ്യുന്ന ഒരു പ്രശ്നം തൊഴിലില്ലായ്മയാണ്. കാരണം യുവജനങ്ങൾ അഭ്യസ്തവിദ്യരാണ്. ജോലി കിട്ടേണ്ട പ്രശ്നമുള്ളൂ. നല്ല വിദ്യാഭ്യാസമൊക്കെ ഉള്ളവരുണ്ട്, പക്ഷെ അവർക്ക് പറ്റിയ ജോലിയില്ല. ഞാൻ അതിന്റെ കണക്ക് പരിശോധിച്ചപ്പോൾ ഞെട്ടിക്കുന്നതാണ്.
UPSC വഴിയുള്ള നിയമനം ഭീകരാണ്. UPSC വഴിയുള്ള നിയമനം രാജ്യത്ത് കുറഞ്ഞു വരികയാണ്. ഞാൻ ഒരു പഴയ നോട്ട് എടുത്ത് നോക്കി. DYFIയുടെ അഖിലേന്ത്യാ കേന്ദ്രത്തിൽ പ്രവർത്തിക്കുന്ന സമയത്ത് അന്നത്തെ ക്യാമ്പയിന്റെ ഭാഗമായി ഞങ്ങൾ തയ്യാറാക്കിയ ഒരു നോട്ട്. അന്നത്തെ UPSC നിയമനത്തെക്കാൾ ഇപ്പോഴത്തെ UPSC നിയമനം കുറഞ്ഞു. നമ്മുടെ കേരളം നിങ്ങൾ എടുത്തു നോക്കൂ. കേരളത്തിൽ PSC നടത്തിയ നിയമന ശുപാർശ 62,580 ആണ്. ഇതിൽ 54% നടന്നതും അല്ല, മൊത്തം എടുത്ത് പരിശോധിച്ചാൽ ഇതിൽ കേരളത്തിലാണ് 54% നടന്നത്. 34,410 നിയമനമാണ് കേരളത്തിൽ നടന്നത്. അതായത് ഇന്ത്യയിലാകെ നടന്നതിന്റെ പകുതി കേരളത്തിലാണ് നടന്നത്. 2021 മെയ് 20 ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം സഖാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള തുടർന്നും വന്ന ഗവൺമെന്റ് വന്നതിന് ശേഷം 1,08,214 നിയമനം നടത്തി. 2024 മാത്രം 34,100. മൊത്തം നിങ്ങൾ കണക്കെടുത്ത് പരിശോധിച്ചാൽ ഭീകര പ്രശ്നമാണ്. ഈ പ്രശ്നത്തെ ഇടതുപക്ഷ ബദൽ മുന്നോട്ട് വെച്ചുകൊണ്ട് ഏറ്റവും അധികം നിയമനം നടത്തിയ കേരളത്തിന്റെ കണക്കെടുത്ത് പരിശോധിക്കേണ്ട. നിങ്ങൾ UPSC എടുക്കൂ. എന്താണ് ഈ ബഡ്ജറ്റിൽ തൊഴിലായ്മയെ അഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്? പ്രധാനപ്പെട്ട ജീവൽ പ്രശ്നങ്ങൾ കേന്ദ്ര സർക്കാർ ഒരു തരത്തിൽ പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഇനി വിശാലമായ ദേശീയ കാഴ്ചപ്പാടുണ്ടോ? സങ്കുചിത രാഷ്ട്രീയ താല്പര്യമാണ് ഈ ബഡ്ജറ്റിൽ കാണാൻ സാധിക്കുന്നത്. തെരഞ്ഞെടുപ്പ് വരാൻ വേണ്ടി പോകുന്ന ഒരു സംസ്ഥാനമുണ്ട്, ബീഹാർ. ബീഹാറിന് വേണ്ടിയുള്ള ഒരു ബഡ്ജറ്റാണ് എന്ന് ചിലർ പറയുന്നുണ്ട്. അത്രക്ക് പദ്ധതികളാണ് ബീഹാറിന് കൊടുത്തിട്ടുള്ളത്. കോർപ്പറേറ്റ് ഉദാരവൽക്കരണ നയം കൂടുതൽ മേഖലകളിലേക്ക് കൊണ്ടുവരുന്നു. 100% വിദേശ നിക്ഷേപം അനുവദിക്കാൻ ഇൻഷുറൻസ് മേഖലയിൽ തീരുമാനിക്കുന്നു. ഇൻഷുറൻസ് മേഖലയെ വിദേശ കുത്തകകൾക്ക് തീരെഴുതുകയാണ്. നമ്മളൊരു ഇൻഷുറൻസ് എടുത്താൽ ഇൻഷുറൻസ്, പ്രത്യേകിച്ച് LIC പോലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്നും ഇൻഷുറൻസ് അതിന്റെ ഭാഗമായി നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് മാറ്റം കൊണ്ടുവരാൻ വേണ്ടി ഫണ്ടിങ് ഇനി ഉപയോഗിക്കാൻ പറ്റില്ല. അതൊക്കെ സ്വകാര്യ മേഖലയിലേക്ക് പോകുന്നു. അടിസ്ഥാന സൗകര്യ വികസനത്തിന്റെ പേരിൽ ഉള്ള പദ്ധതികൾ, തുറമുഖം ഉൾപ്പെടെ, വിമാനത്താവളം ഉൾപ്പെടെ, റെയിൽവേ ഉൾപ്പെടെ പൊതു സംവിധാനങ്ങളെ കോർപ്പറേറ്റുകൾക്ക് കൈമാറാനാണ് ഈ ബഡ്ജറ്റ് പ്രഖ്യാപിക്കുന്നത്. രാജ്യം നേരിടുന്ന പ്രധാന പ്രശ്നമാണല്ലോ കാർഷിക മേഖലയിലെ പ്രതിസന്ധി. കർഷകർ തെരുവിലല്ലേ? ഇന്ത്യ ഇന്നുവരെ കാണാത്ത പ്രക്ഷോഭങ്ങളാണ് പല സ്ഥലത്തും നടന്നത്. കാർഷിക മേഖലയിലെ പ്രശ്നത്തെ പരിഹാരം കാണാൻ വേണ്ടി എന്താണ് ഈ ബഡ്ജറ്റിൽ? എന്തെങ്കിലും ഒരു ഇളവുണ്ടോ? കടാശ്വാസം ഉണ്ടോ? നമ്മൾ പരിശോധിക്കണം. ഇല്ലെന്ന് കാണാൻ പറ്റും. രാസവള, ഭക്ഷ്യ സബ്സിഡികൾ, വിള ഇൻഷുറൻസ് വീതം, ഇതൊക്കെ കുറച്ചില്ലേ? വീണ്ടും കുറച്ചില്ലേ? വളം സബ്സിഡിയിൽ മാത്രം 3,400 കോടിയും വിള ഇൻഷുറൻസ് വീതത്തിൽ 3,500 കോടിയുമാണ് വെട്ടിക്കുറച്ചത്. ഒറ്റയടിക്കാണ് ഈ പ്രതിസന്ധി ഒക്കെ ഉണ്ടായിട്ട് നമ്മുടെ രാജ്യത്ത് വെട്ടിക്കുറച്ചത്. തൊഴിലാളികൾക്ക് വേണ്ടി തൊഴിൽ മേഖല ശിവരാമട്ട ഇവിടെ ഇരിക്കുന്നുണ്ട്. തൊഴിലാളി സംഘടനകൾ, CIT ഉൾപ്പെടെ നിരവധി സംഘടനകൾ മുന്നോട്ട് വെച്ച ഏതെങ്കിലും കാര്യം അംഗീകരിക്കാൻ തയ്യാറായോ? BMS പറയുന്ന അംഗീകരിക്കാൻ തയ്യാറായോ? ഇങ്ങനെ തൊഴിലാളികളെയും യുവജനങ്ങളെയും സ്ത്രീകളെയും കുട്ടികളെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരെയും ഒക്കെ പൂർണ്ണമായും അവഗണിച്ച ബഡ്ജറ്റാണ്. ഇവരുടെയൊക്കെ വോട്ട് BJPക്ക് കിട്ടിയിട്ടില്ലേ? എന്തെങ്കിലും ഒരു പരാമർശം തൊഴിലാളികളുമായി ബന്ധപ്പെട്ട് ഉയർത്തിയിട്ടുണ്ടോ? തൊഴിലാളികളുടെ ക്ഷേമത്തെ പറ്റി ഉയർത്തിയിട്ടുണ്ടോ? ഈ രാജ്യത്തെ തൊഴിലാളികളിൽ ഭൂരിപക്ഷം പേരും വോട്ട് ചെയ്ത രാഷ്ട്രീയ പാർട്ടിയാണല്ലോ BJP. എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? സാമ്പത്തിക വളർച്ചയുടെ അടിസ്ഥാന യുക്തി സാധാരണ മനുഷ്യരുടെ ജീവിത സാഹചര്യം മെച്ചപ്പെടുത്തുക എന്നുള്ളതല്ലേ? ക്ഷേമ പെൻഷൻ വിഹിതവും അർഹതപ്പെട്ടവരുടെ എണ്ണവും വർദ്ധിപ്പിക്കണമെന്ന ന്യായമായ ആവശ്യം പരിഗണിച്ചോ?
പുതിയ നികുതി ചുമത്താൻ പറ്റിയോ? ഏറ്റവും ചർച്ച ചെയ്തെന്താ? നികുതി ചുമത്തുന്നില്ല, നികുതി പിരിക്കുന്നില്ല എന്നുള്ളതല്ലേ. അതിസമ്പന്നരുടെ മേൽ പുതിയ നികുതി ചുമത്താൻ BJP നയിക്കുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ ബഡ്ജറ്റിന് സാധിച്ചോ? ഒരു ചർച്ച നടക്കണ്ടേ? നിലവിലുള്ളത് കൂട്ടാൻ തയ്യാറായോ? ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ വിഹിതം കൂട്ടാൻ തയ്യാറായോ? നമ്മൾ ചർച്ച ചെയ്യണ്ടേ? സാധാരണ ജനതയോടുള്ള വെല്ലുവിളിയാണ് ഈ ബഡ്ജറ്റ്. ഞാൻ അതിന്റെ ഓരോ പോയിന്റ് പറയുന്നില്ല. ഈ കേരളം, രണ്ടാമത്തെ പ്രശ്നം, ഒരു മലയാളി എന്നുള്ള നിലയിൽ മാത്രമല്ല, ഇന്ത്യയിലെ ഏതൊരു പൗരൻ എന്നുള്ള നിലയിൽ ചർച്ച ചെയ്യേണ്ടത് കേരളത്തെ അവഗണിച്ചു. ഞാൻ ഈ ബഡ്ജറ്റ് മുഴുവൻ നോക്കിയപ്പോ കേരളം എന്നുള്ള വാക്ക് തന്നെ കടുത്ത അവഗണന. നമ്മൾ ചില ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചിരുന്നു. ഇവിടെ വലിയ പരാതി എന്താണ്? സംസ്ഥാന സർക്കാർ ആവശ്യമൊന്നും മുന്നോട്ട് വെക്കാത്തതുകൊണ്ടാണ് ഒന്നും തരാത്തത്. ഇതല്ലേ പറയല്, പച്ചക്കള്ളല്ലേ പ്രചരിപ്പിക്കല്. ബഡ്ജറ്റിൽ സ്പെഷ്യൽ പാക്കേജ് 24,000 കോടി നമ്മൾ ആവശ്യം ഉന്നയിച്ചു, നൽകിയോ? കേന്ദ്ര ധനവിഹിതങ്ങളിൽ വലിയ തോതിൽ വെട്ടിക്കുറവ് നേരിടേണ്ടി വരുന്ന കേരളത്തിന് പ്രത്യേക പാക്കേജ് അനുവദിക്കണമെന്നുള്ള ന്യായമായ ആവശ്യമല്ലേ? അത് ചെവി കൊണ്ടോ? ചെവി കൊണ്ടിട്ടില്ല. കേരളം എന്നും ബദൽ ഉയർത്തുന്നു എന്നുള്ളതാണ് പ്രശ്നം. അപ്പോഴാണ് നമ്മൾ എയിംസ് ആവശ്യപ്പെട്ടു. നമ്മുടെ ബാലുശ്ശേരി സ്ഥലമുണ്ട്, കിട്ടിയില്ല. വിഴിഞ്ഞം തുറമുഖം തന്നില്ല, അതിന് ഫണ്ട്. വയനാടിനെ സഹായിക്കാൻ പ്രത്യേക പാക്കേജ് ഇല്ല. അപ്പോഴാണ് ജോർജ് കുര്യൻ പറഞ്ഞത്, കേന്ദ്രമന്ത്രി, കേരളം പിന്നോക്കമാണെന്ന് നിങ്ങൾ അംഗീകരിച്ചാൽ സഹായം നൽകാം. പറയുന്നത് മലയാളിയായ ഒരു കേന്ദ്രമന്ത്രിയാണ്. എന്താ കേരളത്തിന്റെ പ്രശ്നം? കേരളം പിന്നോക്കമല്ല, പിന്നോക്ക സംസ്ഥാനമല്ല. അതൊരു സ്വിച്ചിട്ടപ്പോ ബൾബ് കത്തിയതുപോലെ എളുപ്പത്തിൽ വന്നതല്ല. മാറി ഭരിച്ച ഇടതുപക്ഷ സർക്കാരുകൾ കേരളത്തെ മാറ്റിമറിച്ചതാണ്. അതാണ് ഇന്ത്യയിൽ നമ്പർ 1 സ്റ്റേറ്റായി പല മേഖലകളിലും കേരളം നിൽക്കുന്നത്. കേരളം നേടിയ ജനകീയ നേട്ടങ്ങളിൽ നിന്നും ഒരടി പിറകോട്ട് പോകാൻ LDF സർക്കാർ തയ്യാറല്ല എന്ന് പ്രഖ്യാപിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പോ ഉദാഹരണമായിട്ട് നമ്മൾ എടുത്തു പരിശോധിച്ചാൽ സുസ്ഥിര വികസന സൂചിക കേരളം ഒന്നാമതാണ്. അതിന് പിറകോട്ട് പോകണം. അതാണ് ജോർജ് കുര്യൻ പറയുന്നത്. ആരോഗ്യ മേഖല, പ്രാഥമിക ആരോഗ്യ കേന്ദ്രം മുതൽ മെഡിക്കൽ കോളേജ് വരെ കൂടുതൽ ഫണ്ട് സംസ്ഥാന സർക്കാർ അനുവദിച്ച് കേരളം ഇന്ത്യക്ക് മാതൃകയാണ്. KSTA സംസ്ഥാന സമ്മേളനം കോഴിക്കോട്, അതിന്റെ അനുബന്ധ പരിപാടിയായി മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് മെമ്മോറിയൽ ഹാളിൽ ഇന്ന് പഴയകാല അധ്യാപകരുടെ ഒരു സംഘം ഉണ്ടായിരുന്നു. രാധാകൃഷ്ണ മാഷ് ഇവിടെ ഉണ്ട്, ഇപ്പൊ ആ ഭാഗത്ത് ചോദിക്കാറില്ല, ഇവിടെ ഞാൻ നേരത്തെ കണ്ടിരുന്നു. രാധാകൃഷ്ണ മാഷ് ഉൾപ്പെടെ അതിൽ പങ്കെടുത്ത, ഞാൻ അതിൽ പങ്കെടുക്കാൻ അവർ ക്ഷണിച്ച് അതിന്റെ ഭാഗമായിട്ട് വരുമ്പോൾ കാറിന്ന് ഇറങ്ങുന്നെന്ന് പോകുന്നൊരു മീഡിയ ആണ്, പടി കയറുന്ന കൊടുക്കുന്നത്. അപ്പൊ എന്താന്ന് എനിക്ക് മനസ്സിലായില്ല. അപ്പോഴാണ് മനസ്സിലായത് BJPയുടെ ഒരു സമരമുണ്ട്, അത് തടയാൻ വേണ്ടിയിട്ടാണ് BJP അവിടെ വന്നിരിക്കുന്നത്. ഞാൻ കയറിപ്പോയതിനു ശേഷം BJP കയറി വേളുണ്ടാക്കിയെന്നവർ ഒന്ന് എന്താണ് കാര്യം എന്ന് അന്വേഷിച്ചപ്പോ മെഡിക്കൽ കോളേജ് ആശുപത്രിയായി ബന്ധപ്പെട്ട വിഷയത്തിനാണ് സമരം. ഏത് പ്രശ്നത്തിലും സമരം ചെയ്യാനും മന്ത്രിയെ കരിങ്കൊടി കാട്ടാനും ഒക്കെ ജനാധിപത്യത്തിൽ അവകാശമുണ്ട്, അതിലൊന്നും ഒരു തെറ്റില്ല. എന്നാൽ KSTA എന്ന് പറയുന്ന ഒരു സംഘടനയാണ്. ആ സംഘടനയുടെ ഒരു സമ്മേളനത്തിലേക്ക് ഇടിച്ചു കയറി വന്ന് ബഹളുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ജനാധിപത്യ മര്യാദ പാലിക്കുന്ന ഒരു കാര്യമാണോ? BJP എവിടെയൊക്കെ സമ്മേളനം നടത്താറുണ്ട്, അവിടേക്ക് മറ്റേതെങ്കിലും സംഘടന കയറാറുണ്ടോ? അല്ലെങ്കിൽ മറ്റേതെങ്കിലും സംഘടന നടത്തുന്നിടത്തേക്ക് നമ്മളാരെങ്കിലും പോയി സമരം ചെയ്യാറുണ്ടോ? അത് പൊതുപരിപാടിയിൽ വരുമ്പോൾ ചെയ്യും. മുതിർന്ന പ്രായമായ റിട്ടയർഡായ അധ്യാപകരൊക്കെ ഉള്ളിടത്തേക്ക് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് കയറുകയാണ്. ഇനി അത് പോട്ടെ, എവിടേക്കാണ് ഇവര് സമരം ചെയ്യേണ്ടത്? കേരളത്തിന്റെ ആരോഗ്യ മേഖലയിൽ കേന്ദ്ര സർക്കാർ പിടിച്ചുവെച്ച തുക 1 കോടിയാണോ? പിടിച്ചുവെച്ച തുക 10 കോടിയാണോ? പിടിച്ചുവെച്ച തുക 100 കോടിയാണോ? 648 കോടി. 648 കോടി രൂപ പൊതുജന ആരോഗ്യ സമ്പ്രദായത്തിന് മാതൃകയായ കേരളത്തിന് അർഹമായി, അവകാശമായി നൽകേണ്ട തുക പിടിച്ചുവെച്ചു. ഇതാ പ്രശ്നം. ഇവിടെ നമുക്ക് പോയാൽ പ്രാഥമിക ആരോഗ്യ കേന്ദ്രമുണ്ട്. ഞാനിപ്പോ വരുന്നത് പയ്യാനക്കലിനാണ്.
ചക്കുംകടവിൽ വെൽനസ്, അവിടെ കോഴിക്കോട് കോർപ്പറേഷനും ആരോഗ്യ വകുപ്പും കൂടി അവിടെ ഒരു സെന്റർ തുറന്നിട്ടുണ്ട്. നമ്മുടെ മുക്കിലും മൂലയിലും പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളുണ്ട്. ഒരു അസുഖം വന്നാൽ പോവാൻ പറ്റും, വേറെ പൈസയൊന്നും കൊടുക്കണ്ട. ഇനി താലൂക്ക് ആശുപത്രി ഉണ്ട്, ജില്ലാ ആശുപത്രി ഉണ്ട്, മെഡിക്കൽ കോളേജ് ഉണ്ട്, ഡോക്ടർമാരുണ്ട്, മറ്റ് സജ്ജീകരണങ്ങളുണ്ട്. ഇന്ത്യയിൽ ഏത് സംസ്ഥാനത്താണ് ഉള്ളത്? വിവിധ സംസ്ഥാനങ്ങളിൽ യാത്ര ചെയ്യുന്നവരിവിടെ ഇല്ലേ? അവിടെയൊക്കെ സർക്കാർ ആശുപത്രികളുണ്ടോ? ഡിവൈഎഫ്ഐയുടെ അഖിലേന്ത്യാ കേന്ദ്രത്തിന്റെ ഭാഗമായി പ്രവർത്തിച്ച ഘട്ടങ്ങളിൽ പല സംസ്ഥാനത്തും പോയപ്പോൾ അന്വേഷിച്ച ഒരു കാര്യം അത്. സർക്കാർ സ്കൂളുകളുടെ സ്ഥിതി എന്താണ്? സർക്കാർ ആശുപത്രികളുടെ സ്ഥിതി എന്താണ്? സഹകരണ മേഖലയുടെ സ്ഥിതി എന്താണ്? കേരളം വിട്ടാൽ നിങ്ങൾക്ക് ഒരു പൊടിക്ക് പോലും കാണാൻ വേണ്ടി സാധിക്കില്ല. എന്താ കേരളത്തിൽ ഇത് കാണാൻ സാധിക്കുന്നത്? കേരളത്തിൽ ഇടതുപക്ഷ സർക്കാരുകൾ മാറി ഭരിച്ചപ്പോൾ പൊതുജന ആരോഗ്യ മേഖലയെ ശക്തിപ്പെടുത്താൻ കൂടുതൽ ഫണ്ടുകൾ നൽകി. അത് ഇടതുപക്ഷ കാഴ്ചപ്പാടാണ്. അതാണ് ഇടതുപക്ഷ ബദൽ. സേവന മേഖലകളിൽ നിന്നും സർക്കാർ പിന്തിരിയണമെന്ന് നവ ഉദാരവൽക്കരണ നയം നടപ്പിലാക്കുന്ന കോൺഗ്രസും BJPയും പറയുമ്പോൾ ആരോഗ്യ മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലും സാധാരണക്കാർക്ക് ചികിത്സയും വിദ്യാഭ്യാസവും ലഭ്യമാകാൻ സർക്കാർ ഇടപെടും എന്ന കാഴ്ചപ്പാടാണ് ഇടതുപക്ഷത്തിന്റെ കാഴ്ചപ്പാട്. പണമുള്ളവരുടെ മക്കൾ മാത്രം പഠിച്ചാൽ മതിയോ? അസുഖം വന്നാൽ സാധാരണ മനുഷ്യന് ചികിത്സ ലഭിക്കാൻ സ്വകാര്യ ആശുപത്രിയെ മാത്രം ആശ്രയിക്കുന്ന ഒരു അവസ്ഥയാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. എന്താ സ്ഥിതി? ആ സർക്കാർ ആശുപത്രി സംവിധാനങ്ങളെ, കേരളത്തിന്റെ പൊതുജന ആരോഗ്യ സമ്പ്രദായത്തെ തകർക്കാൻ വേണ്ടി 648 കോടി രൂപ കേന്ദ്ര സർക്കാർ പിടിച്ചു വച്ചിരിക്കുകയാണ്. അത് പിടിച്ചുവെച്ച കേന്ദ്ര സർക്കാരിനെ നയിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പേര് BJPയാണ്. ആ BJPയാണ് മെഡിക്കൽ കോളേജിൽ പ്രസിഡന്റ് എന്ന് പറഞ്ഞിട്ട് നമ്മളെ സർക്കാരിന് മോശമാക്കാൻ സമരം ചെയ്യുന്നത്. അവര് പോയി സമരം ചെയ്യേണ്ടിയിരുന്നത് ഡൽഹിയിലായിരുന്നു, അല്ലെങ്കിൽ BJPയുടെ ഓഫീസിന് മുമ്പിലായിരുന്നു. ഈ ബഡ്ജറ്റിൽ കേരളം പൊതുജനാരോഗ്യ സമ്പ്രദായത്തിൽ നിന്നും പറകോട്ട് പോയാൽ കേരളം പിന്നോക്ക സംസ്ഥാനമാവും. ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിൽ സാധാരണക്കാരന് ചികിത്സ ലഭിക്കാതെ കുട്ടികൾ, ശിശുമരണ നിരക്ക് കൂടുതലുള്ള, മറ്റ് പ്രയാസം അനുഭവിക്കുന്നവരുടെ എണ്ണം കൂടുതലുള്ള സംസ്ഥാനങ്ങൾ പോലെ ആയാൽ നിങ്ങൾക്ക് എന്തെങ്കിലും തരാം എന്നാണ് ജോർജ് കുര്യൻ വരുന്നതിന്റെ പച്ചമലയാളം. ശിശുമരണ നിരക്കിന്റെ ശരാശരി പരിശോധിച്ചാൽ കേരളത്തിൽ ഇന്ത്യയിൽ ഏറ്റവും കുറവാണ്. അതുകൊണ്ടാണ് കേരളം പിന്നോക്കമല്ല എന്ന് പറയുന്നത്. അപ്പൊ കേരളം പിന്നോക്കമാണെങ്കിൽ കുട്ടികൾ ഇവിടെ മരിക്കണം. കേരളം പിന്നോക്കമാവണമെങ്കിൽ പാവപ്പെട്ടവർക്ക് ഇവിടെ ചികിത്സ ലഭിക്കരുത്. കേരളം പിന്നോക്കമാകണമെങ്കിൽ പാവപ്പെട്ടവരുടെ കുട്ടികൾ ഇവിടെ സ്കൂളിൽ പോകരുത്. ഇതാണ് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ പറഞ്ഞതിന്റെ മലയാളം. ഒരു കാര്യം ഉറപ്പിച്ചു പറയാൻ ആഗ്രഹിക്കുന്നു. കേന്ദ്ര സർക്കാരിന്റെ ഭരണഹുങ്കുമായി കേരളത്തിലെ സർക്കാരിനെ അസ്ഥിരപ്പെടുത്താനുള്ള ഏത് ശ്രമം നടത്തിയാലും ഇടതുപക്ഷ സർക്കാർ കേരളത്തിൽ ഭരിക്കുന്ന കാലത്തോളം ജനക്ഷേമ സേവന പ്രവർത്തനങ്ങളിൽ നിന്നും ഒരടി പിറകോട്ട് പോകാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പിരിച്ചുവിട്ടോ നിങ്ങൾ സർക്കാരിനെ, പിരിച്ചുവിട്ടോ നിങ്ങൾ സർക്കാരിനെ. ഞങ്ങൾ ജനങ്ങളെ കണ്ടുകൊള്ളാം, ജനങ്ങളോട് സംസാരിച്ചു കൊള്ളാം. ആത്മവിശ്വാസം ഞങ്ങൾക്കുണ്ട്. അതാണ് ഞങ്ങളുടെ പ്രത്യേകത. കേന്ദ്രമന്ത്രി പറയേണ്ട ഒരു വർത്താനാണോ പറഞ്ഞിട്ടുള്ളത്? ഞാൻ കേരളം പിന്നോക്കമല്ല എന്ന് സ്ഥാപിക്കാനുള്ള ഒരുപാട് കണക്കേറ്റ് വന്നിട്ടുണ്ട്. പക്ഷെ പെട്ടെന്ന് എനിക്ക് ട്രെയിൻ ഓടിക്കുന്ന ഡ്രൈവർ ഓർമ്മ വന്നുകൊണ്ട് അതുകൊണ്ട് ഞാൻ അതിലേക്ക് ഇപ്പൊ കൂടുതൽ പോകുന്നില്ല. ഇങ്ങനെ ഒരു കേന്ദ്രമന്ത്രി പ്രസ്താവന ഇറക്കുന്നു, ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കുന്നു. ബഡ്ജറ്റിൽ പണം തരുന്നില്ല. ബഡ്ജറ്റിലെ മാത്രം പ്രശ്നമല്ല, നമ്മുടെ സംസ്ഥാനത്തോട് തുടർച്ചയായി ഇത്തരം സമീപനം സ്വീകരിക്കുകയാണ്. എന്നിട്ട് പച്ചക്കള്ളം പ്രചരിപ്പിക്കുകയാണ്. ഫിനാൻസ് കമ്മീഷൻ തീർപ്പ് പ്രകാരമുള്ള നികുതി വിഹിതം അതിൽ വർധനമുണ്ടായോ? കേരളത്തിനില്ല. 2022 2023 ലഭിച്ചത് ഒരേ തുക 13,000 കോടി രൂപ. പല സംസ്ഥാനത്തിന് വർദ്ധിപ്പിച്ചു, കേരളത്തിന് വർദ്ധിപ്പിച്ചിട്ടില്ല. രണ്ടാമത് കേന്ദ്ര സർക്കാർ കേരളത്തിലെ ഒരു സംസ്ഥാന സർക്കാരിനെ ഫെഡറൽ സംവിധാന തത്വങ്ങളിൽ സഹായിക്കേണ്ടത് തരുന്ന ഗ്രാന്റുകളും മറ്റുമാണ്. ഇതിൽ ഫിനാൻസ് കമ്മീഷൻ ശുപാർശ ചെയ്ത ഗ്രാന്റുകൾ മാത്രമല്ല, കേന്ദ്ര സർക്കാർ അല്ലാതെ തരുന്ന ഗ്രാന്റുകൾ ഉൾപ്പെടും. 2022 30,000 കോടിയായിരുന്നെങ്കിൽ 2023 3,000 കോടി വെട്ടിക്കുറച്ചു, 27,000 കോടിയായി കുറച്ചു.
ഇവിടെ ആരെങ്കിലും ഇത് ചർച്ച നടത്തുന്നുണ്ടോ? അന്തിച്ചർച്ച ആരെങ്കിലും നടത്തുന്നുണ്ടോ? 10% കുറവ് വരുത്തിയില്ലേ? ഇനി അത് പോട്ടെ, ഏറ്റവും വലിയ അടി എവിടെയാ അടിച്ചത്? ഫെഡറൽ സംവിധാന തത്വങ്ങളുള്ള നമ്മുടെ രാജ്യത്ത് സംസ്ഥാന സർക്കാരിന് കേന്ദ്ര സർക്കാർ വായ്പ നൽകുക നമ്മുടെ സംസ്ഥാനത്തെ പോലെ, എല്ലാ സംസ്ഥാനത്തെ പോലെ നമ്മുടെ സംസ്ഥാനത്തിലെ അവകാശമാണ്. വായ്പ തരും. നമ്മൾ നികുതി അടക്കുന്നു, ആ പൈസ എവിടെ പോകുന്നു, അതിന് തിരിച്ചു തരുന്നു. അതിലുണ്ടായ ഇടിവ് അതിഭീകരമല്ലേ? 43,000 കോടി രൂപയാണ്. ഞാൻ ഇക്കൊല്ലത്തെ പറയുന്നില്ല, അതിലും കുറയും. കഴിഞ്ഞ കൊല്ലം 43,000 കോടി രൂപയാണ് നമ്മുടെ വായ്പാ പരിധി. 43,000 കോടി രൂപ. അത് എത്ര കുറച്ചറിയുന്നത്? 43,000 കോടി രൂപ എന്നുള്ളത് 22,000 കോടി രൂപയാക്കി. 21,000 കോടി രൂപ ഒറ്റയടിക്ക് വെട്ടി. 50% വെട്ടി. നിങ്ങൾ നശിച്ചു പോകട്ടെ എന്ന പ്രഖ്യാപനമാണ്. അവിടെ നമ്മൾ പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നത്, അവിടെയാണ് നമ്മൾ ഫൈറ്റ് ചെയ്യുന്നത്. വായ്പാ പരിധി വെട്ടിക്കുറച്ചു. ഇങ്ങനെയൊക്കെ നമ്മൾ ഉപദ്രവിക്കുകയാണ്. കേന്ദ്രം പിരിക്കുന്ന നികുതിയുടെ 25% മാത്രമേ നമുക്ക് തരുന്നുള്ളൂ. ഞാൻ അതിന്റെ ഓരോ കണക്കിലേക്കും കിടക്കുന്നില്ല. എന്നിട്ട് ഇവിടെ നടത്തുന്ന പ്രചരണം നമ്മുടെ ധനകാര്യ മിസ്മാനേജ്മെന്റ് ആണ് കേരളത്തിന്റെ കുഴപ്പമെന്നുള്ള പ്രചരണം നടത്തുന്നു. ധനകാര്യ മിസ്മാനേജ്മെന്റ് ആണെങ്കിൽ എന്തൊക്കെയാണ് പ്രശ്നം വരിക? നികുതി വരുമാനം കുറയണം. സംസ്ഥാനം പിരിക്കേണ്ട നികുതി പിരിക്കാതെ അലസത കാണിച്ചാൽ, അലംഭാവം കാണിച്ചാൽ, കെടുകാര്യസ്ഥതയുടെ ഭാഗമായി പോയാൽ അത് ധനകാര്യ മിസ്മാനേജ്മെന്റ് ആണ്. നികുതി കേരളത്തിൽ നികുതി വരുമാനം കൂടിയോ കുറഞ്ഞോ നമ്മൾ പരിശോധിക്കണം. 22% വർധനവാണ് ഇന്ത്യയിൽ ഏതൊരു സംസ്ഥാനത്തിനും മാതൃകയാക്കാവുന്ന നിലയിൽ. ഈ പരിമിതിയിൽ നിന്നുകൊണ്ട് സംസ്ഥാന സർക്കാർ 22% നികുതി വരുമാനത്തിൽ വർധനമുണ്ടാക്കി. ധനകാര്യ മിസ്മാനേജ്മെന്റ് ആണോ? ഇനി നികുതി ഇതര വരുമാനമോ? നികുതി ഇതര വരുമാനത്തിൽ കുറവുണ്ടായോ? നികുതി ഇതര വരുമാനത്തിൽ സംസ്ഥാന സർക്കാരിന്റെ ധനകാര്യ മിസ്മാനേജ്മെന്റിന്റെ ഭാഗമായി കുറവുണ്ടായോ? കുറവുണ്ടായില്ല എന്ന് മാത്രമല്ല, വർധനവുണ്ടായി എന്ന് മാത്രമല്ല. വർധനവ് 1%, 2%, 10% അല്ല, 45% വർധനവാണ്. 45% നികുതി ഇതര വർധനവ് കേരളം എന്ന സംസ്ഥാനത്തിന്. എന്നിട്ടാണ് പ്രചരണം ഇത് ധനകാര്യ മിസ്മാനേജ്മെന്റ് ആണ്. ആരെങ്കിലും ഇതിനെ എതിർക്കുന്നുണ്ടോ? ഇവിടുത്തെ പ്രധാനപ്പെട്ട ദിനപത്രങ്ങൾ, വിഷ്വൽ മീഡിയകൾ ഇതിൽ ഒരു നിലപാട് സ്വീകരിക്കുന്നു. അവർക്കൊന്നും നമ്മുടെ സർക്കാരിന് താല്പര്യമില്ല. റബ്ബർ മുതലാളിമാരുമായി ബന്ധപ്പെട്ട ഒരു മാധ്യമ സ്ഥാപനം ഉണ്ടല്ലോ. റബ്ബറിന് വേണ്ടി എന്തെങ്കിലും ചെയ്തോ ഈ സർക്കാർ? കേന്ദ്ര ബഡ്ജറ്റിൽ എന്തെങ്കിലും ചെയ്തോ? നിങ്ങൾ പരിശോധിച്ച് നോക്കില്ല. ഇനി സേവന മേഖലകൾ മാറ്റി നിർത്തിക്കോ. 2016 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് വന്നതിന് ശേഷം കേരളത്തിന്റെ പശ്ചാത്തല വികസന മേഖലയിലുണ്ടായ മാറ്റം ഈ 8.5 വർഷം ഞാൻ പറഞ്ഞിട്ടുണ്ടായില്ലല്ലോ. ഇന്നലെ ഞാൻ ഈ സമയത്ത് താനൂരായിരുന്നു. താനൂർ അറിയുന്നവരാണ് ഇവിടെ ഉള്ളവരിൽ ഭൂരിപക്ഷം. താനൂര് കോഴിക്കോട് ജില്ലയെ അതിർത്തി കടലുണ്ടി പഞ്ചായത്തൊന്നും അധികം ദൂരമില്ല. ഒരു അരമുക്കാൽ മണിക്കൂറിൻ്റെ എത്തും. കടലോര മേഖലയാണ്. ഞാൻ അവിടെ പോയത് ഒരു പാലത്തിന്റെ ഉദ്ഘാടന പരിപാടിയും അതിനുശേഷം തീരദേശ ഹൈവേയുടെ ഒരു സ്ട്രെച്ചിന്റെ ഉദ്ഘാടന പരിപാടി. തീരദേശ ഹൈവേ എന്ന് പറഞ്ഞ വീതിയില്ലാത്ത തീരദേശ ഹൈവേ വീതി വർദ്ധിപ്പിച്ചു. സൈക്കിൾ ട്രാക്ക്, ഡ്രെയിനേജ്, ആളുകൾക്ക് ഇരിക്കാനുള്ള ഇരിപ്പിടം, ഇതിന്റെ ഒരു സ്ട്രെച്ചിന്റെ ഉദ്ഘാടനം. കേരളത്തിലെ 9 ജില്ലകളിലൂടെ കടന്നു പോകുന്നതാണ് തീരദേശ ഹൈവേ. കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം, തൃശൂർ, എറണാകുളം, ആലപ്പുഴ, കൊല്ലം, തിരുവനന്തപുരം. മറ്റ് ജില്ലകളോട് ഇനി എന്തെങ്കിലും അവഗണന കാട്ടി എന്ന് പറഞ്ഞ് ദയവേത് UDF സമരത്തിന് പോകരുത്. അവിടെ തീരെ കടലില്ലാത്തതാണ് പ്രശ്നം. പ്രതിപക്ഷ നേതാവിന് ഈ പോയിന്റ് കിട്ടിയില്ലെന്ന് തോന്നുന്നു. ഇല്ലെങ്കിൽ അദ്ദേഹം അതിനും മുഖ്യമന്ത്രിയെ ചീത്ത വിളിക്കുമായിരുന്നു. ആ തീരദേശ ഹൈവേ ഓരോ 50 കിലോമീറ്റർ വിട്ടും 600 കിലോമീറ്റർ വരുന്ന തീരദേശ ഹൈവേയിൽ കംഫർട്ട് സ്റ്റേഷനുകളാണ്. ദീർഘദൂര യാത്രക്കാർ, നിങ്ങളൊക്കെ വ്യക്തിപരമായി സംസാരിച്ച് പറയില്ലേ സഖാവേ, നമുക്ക് കോവിഡ് സമയത്താണ് കൂടുതൽ പ്രശ്നം മനസ്സിലാക്കിയത്.
ഒന്ന്, ബാത്റൂം സൗകര്യം കേരളത്തിൽ കുറവാണ്. കോവിഡിന് പെട്രോൾ ബങ്കിലാണ് ഈ വാഹനത്ത് പോകുന്നവർ പോയത്. കുട്ടികളും സ്ത്രീകളൊക്കെ എത്ര ബുദ്ധിമുട്ടി. അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യം, ഗവൺമെന്റ് പറഞ്ഞ കാര്യം, ഒന്ന്, ഒഴിഞ്ഞ സ്ഥലങ്ങളിൽ അത്തരം സംവിധാനം ഒരുക്കുന്ന പദ്ധതി കൊണ്ടുവരും. 2, പുതിയ റോഡുകൾ, പ്രത്യേകിച്ച് ഹൈവേകൾ വരുമ്പോൾ പരിശോധിക്കാം. തീരദേശ ഹൈവേ 600 കിലോമീറ്ററിൽ 50 കിലോമീറ്റർ ഇടവിട്ട് കംഫർട്ട് സ്റ്റേഷനുകളാണ്. ബാത്റൂം സൗകര്യം, ഒരു ചായപ്പീടിയ, കോഫി ഷോപ്പ്, കുട്ടികൾക്ക് കളിക്കാനുള്ള ചെറിയ പാർക്ക്, ഒരു ടൂറിസ്റ്റ് കേന്ദ്രം, ഇങ്ങനെയാണ് ഡിസൈൻ ചെയ്തത്. തീരദേശ ഹൈവേ നടപ്പിലാക്കാൻ അനുവദിക്കില്ല എന്ന് പ്രഖ്യാപനം നടത്തി. നിങ്ങൾ നടപ്പിലാക്കാൻ അനുവദിക്കേണ്ട ആദ്യ സ്ട്രെച്ചിന്റെ ഉദ്ഘാടനം ഇന്നലെ താനൂരിൽ പണി കഴിഞ്ഞ് നടന്നു എന്നുള്ളത് ഇവിടെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അത് ജനങ്ങൾ കാണുന്നു. ബാക്കിയുള്ളിടത്ത് നമുക്ക് ചർച്ച ചെയ്യാം. മത്സ്യത്തൊഴിലാളികൾക്ക് പോലും ആശ്വാസമാകുന്ന പാക്കേജാണ്. എല്ലാവരും പറയുന്നു ഇനി ചർച്ച ചെയ്ത് മുന്നോട്ട് പോകാം. കിഫ്ബി ഫണ്ടിംഗ് ആണ്. മലയോര ഹൈവേ ഈ 15-ാം തീയതി കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കോഴിക്കോട് ജില്ലയിലെ തിരുവമ്പാടി നിയോജക മണ്ഡലത്തിലെ സ്ട്രെച്ചിന്റെ മലയോര ഹൈവേയുടെ ഉദ്ഘാടനം നടത്തുകയാണ്. 1200 കിലോമീറ്റർ ആണ്. 13 ജില്ലകളിലൂടെ കടന്നു പോകുന്നതാണ് മലയോര ഹൈവേ. ഒരു ജില്ലയിൽ മലയോര ഇല്ലാത്തതുകൊണ്ടാണ് അവിടെ ഇനി കുഴപ്പമുണ്ടാക്കരുത്. 13 ജില്ലകളിലൂടെ കടന്നു പോകുന്നതാണ്. ഇന്ത്യയിലെ ഒരേ സംസ്ഥാനത്താണ്. ആ സംസ്ഥാനത്തിന്റെ ഒരറ്റം മുതൽ മറ്റൊരറ്റം വരെ മലയോര മേഖലയിലൂടെ ഒരു ഹൈവേ. ആ സംസ്ഥാനത്തിന്റെ പേരാണ് ഇടതുപക്ഷം ഭരിക്കുന്ന കേരളം എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആ മലയോര ഹൈവേയുടെ ഒരു സ്ട്രെച്ചിന്റെ ഉദ്ഘാടനം ഇപ്പോൾ ഇതാ ഇവിടെ നടക്കുന്നു. അതും കിഫ്ബി പദ്ധതിയാണ്. NH-66 എങ്ങനെയാണ് BJP-യോടും കോൺഗ്രസിനോടും മുസ്ലിം ലീഗിനോടും നന്ദി പറയേണ്ടതെന്ന് അറിയില്ല. ഈ ഗവൺമെന്റ് വന്നു NH-66ന്റെ വിവിധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഓഫീസിന്റെ ഉള്ളിലുള്ള യോഗത്തിൽ പങ്കെടുക്കാനും ഫീൽഡിൽ പോകാനും ഒക്കെ തയ്യാറായപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾക്ക് എന്താ ഇതിൽ കാര്യം എന്ന് ചോദിച്ച് സോഷ്യൽ മീഡിയയിൽ എഴുതിയവരുണ്ട്. ആ ഒരു ചോദ്യം അവർ ചോദിച്ചുകൊണ്ടാണ് കാര്യങ്ങൾ വ്യക്തമായി ജനങ്ങളിൽ എത്തിക്കാൻ സാധിച്ചത്. NH-66 കർണാടകയിൽ, മഹാരാഷ്ട്രയിൽ തുടങ്ങി കർണാടകയിലൂടെ കേരളത്തിലെത്തി, കേരളത്തിലൂടെ തമിഴ്നാട്ടിലെത്തുന്ന പദ്ധതി. UDF കേരളത്തിൽ 2011-16 കാലഘട്ടത്തിൽ ഭരിക്കുമ്പോൾ സർവകക്ഷി യോഗം പിടിച്ചു. 45 മീറ്റർ വീതി വേണ്ടിയോ എന്നുള്ളതാണ് ചർച്ച. CPIM എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെ പ്രതിനിധീകരിച്ച് പങ്കെടുത്തയാൾ ഇന്നത്തെ മുഖ്യമന്ത്രിയാണ് സഖാവ് പിണറായി വിജയൻ. ആ യോഗത്തിൽ സഖാവ് പിണറായി വിജയൻ എഴുന്നേറ്റെന്ന് പറഞ്ഞു, വീതി കുറയ്ക്കരുത്, 45 മീറ്റർ തന്നെ വേണം, 6 വരി വേണം. കാരണം കേരളം ഗതാഗതക്കുരുക്ക് മൂലം വീർപ്പ് മുട്ടുകയാണ്. അതുകൊണ്ട് ഞങ്ങളുടെ പാർട്ടി ഈ പദ്ധതി നടപ്പിലാക്കാൻ സർക്കാരിന്റെ കൂടെയുണ്ട്. എന്നിട്ട് പിന്നെ എന്തായി? സർക്കാർ മുന്നോട്ട് പോയില്ല. അന്നത്തെ സർക്കാരിന് കുറ്റം പറയാൻ പറ്റില്ല. അവർക്ക് വേറെ കുറെ തിരക്കിന്റെ ഇടയിലായിരുന്നു. നമുക്കങ്ങനെ കുറ്റം പറയാൻ പറ്റില്ലല്ലോ. ഇതൊന്നും ഓർമ്മ വേണ്ട. ഇതൊക്കെയല്ലേ വേണ്ടത്, ചെയ്യേണ്ടത്. എത്രയോ തവണ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയും കേന്ദ്ര ഗവൺമെന്റും അന്നത്തെ UDF സർക്കാരിന് കത്തയച്ചു. ചിലതിന് മറുപടി അയച്ചു, ചിലതിന് മറുപടി അയച്ചില്ല. അവസാനം സഹികെട്ട പദ്ധതി മുടങ്ങി. ഇപ്പം നിങ്ങൾ കാണുന്നില്ലേ പണി? ഇന്നലെ ഒരു അപകടം നടന്ന സംഭവം നമ്മുടെ മുമ്പിലുണ്ടല്ലോ. മുടങ്ങിയ പദ്ധതിയാണ്. 2016 പ്രകടന പത്രികയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എഴുതി വെച്ചു, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ മുടങ്ങിപ്പോയ NH-66 യാഥാർത്ഥ്യമാക്കും. പലരും പരിഹസിച്ചു, തമാശയാക്കി. കാർട്ടൂൺ വന്നു തമാശക്ക്. LDF വരും, എല്ലാം ശരിയാവും, ഇപ്പൊ കാണാം എന്നൊക്കെ പറഞ്ഞു. 2016 തെരഞ്ഞെടുപ്പിൽ LDF അധികാരത്തിൽ വന്നു. കേരളത്തിന് മുഖ്യമന്ത്രിയായി സഖാവ് പിണറായി വിജയൻ വന്നു. നേരെ ഡൽഹിയിൽ പോയി പ്രധാനമന്ത്രിയുമായും ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രിയുമായും ചർച്ച ചെയ്തു. ശ്രീ നരേന്ദ്രമോദി, ശ്രീ നിതിൻ ഗഡ്കരി. മുഖ്യമന്ത്രി പറഞ്ഞു, ഈ പദ്ധതി മുടങ്ങിപ്പോയതാണ്, പക്ഷേ അത് നമുക്ക് തിരിച്ചു കൊണ്ടുവരണം, കൂടുതൽ ഫണ്ട് നിങ്ങൾ തരണം. കേന്ദ്ര സർക്കാർ പറഞ്ഞു, നിങ്ങളുടെ അനാസ്ഥ, നിങ്ങളെന്ന് പറഞ്ഞാൽ സംസ്ഥാനത്തെ അന്ന് ഭരിച്ച സംസ്ഥാന സർക്കാർ, അതെങ്ങനെയാണല്ലോ തുടർച്ചയാണല്ലോ ഉണ്ടാവുക. സംസ്ഥാന സർക്കാരിന്റെ അനാസ്ഥ കാരണമാണ്
ഈ പദ്ധതി ഇങ്ങനെയായത്, അതുകൊണ്ട് ഇനി പൈസ തരാൻ പറ്റില്ല, നിങ്ങൾ ഞങ്ങളെ വല്ലാതെ ബുദ്ധിമുട്ടിച്ചു, ഞങ്ങൾക്ക് കൂടുതൽ പണം ഇനി ചെലവഴിക്കാൻ പറ്റില്ല. അന്നത്തെ സംസ്ഥാന സർക്കാരിന്റെ കെടുകാര്യസ്ഥത കാരണം ഒരു പിഴ പോലെയായി അത് മാറി. മുഖ്യമന്ത്രി തിരിച്ചിങ്ങോട്ട് വന്നു, LDF ചർച്ച ചെയ്തു, നമ്മുടെ പാർട്ടി കമ്മിറ്റി ചർച്ച ചെയ്തു. പദ്ധതി രണ്ട് വഴി നമ്മുടെ മുന്നിൽ വരുന്നു. പദ്ധതി വേണോ വേണ്ടിയോ? പ്രകടന പത്രികയിൽ ഒരു കാര്യം പറയുമ്പോൾ നല്ലവണ്ണം ആലോചിച്ചിട്ടാണല്ലോ ഇടതുപക്ഷം പറയുക. മുടങ്ങിപ്പോയൊരു പദ്ധതി ഞങ്ങൾ വന്നാൽ നടപ്പിലാക്കുമെന്ന് പറഞ്ഞാൽ ഇടതുപക്ഷമാണെങ്കിൽ അത് നടപ്പിലാക്കും. അതുകൊണ്ട് പദ്ധതി നടപ്പിലാക്കാൻ തീരുമാനിച്ചു. അതിന് ഫണ്ട് കണ്ടെത്തണം. 100 കോടിയാണോ, 200 കോടിയാണോ, 1000 കോടിയാണോ? 5580 കോടി. പ്രിയപ്പെട്ടവരെ, 5580 കോടി കിഫ്ബി ഫണ്ടാണ്. 2021 ഈ ഗവൺമെന്റ് വന്നു. സഖാവ് പിണറായി വിജയൻ വീണ്ടും മുഖ്യമന്ത്രിയായി. പൊതുമരാമത്ത് വകുപ്പിനെ വിളിച്ച് പ്രത്യേകം പറഞ്ഞു, ഈ പദ്ധതി ഈ പീരീഡിൽ യാഥാർത്ഥ്യമാക്കാൻ ഇടപെടണം. എല്ലാ 2 ആഴ്ചയിലെ യോഗം നടത്തണം, ഏതെങ്കിലും സ്ട്രെച്ചിന്റെ യോഗം നടത്തണം, ഫീൽഡ് പോണം. എല്ലാ വകുപ്പുകളെയും വിളിച്ചു. മരങ്ങൾ മുറിച്ചു മാറ്റേണ്ടത് കേരളത്തിന്റെ വനം വകുപ്പാണ്. വൈദ്യുതി ലൈൻ മാറ്റേണ്ടത് കേരളത്തിന്റെ വൈദ്യുതി വകുപ്പാണ്. മെറ്റീരിയലുമായി ബന്ധപ്പെട്ട പ്രശ്നം പരിഹരിക്കേണ്ടത് കേരളത്തിന്റെ വ്യവസായ വകുപ്പാണ്. ഭൂമി ഏറ്റെടുക്കൽ പ്രശ്നം പരിഹരിക്കേണ്ടത് കേരളത്തിന്റെ റവന്യൂ വകുപ്പാണ്. പ്രാദേശിക പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടത് കേരളത്തിന്റെ തദ്ദേശ സ്വയംഭരണ വകുപ്പാണ്. എല്ലാ 2 മാസം കൂടുമ്പോഴും മുഖ്യമന്ത്രി ഇവരുടെ യോഗം വിളിക്കുകയാണ്, ഇടപെടുകയാണ്. ഈ 3.5 കൊല്ലത്തെ അനുഭവം ഞാൻ പറഞ്ഞു, തുടർച്ചയായി ഇടപെടുന്നു. ഇനി കാരണ സംസ്ഥാന സർക്കാർ ചെലവഴിച്ചിട്ടില്ലെങ്കിലും സംസ്ഥാന സർക്കാരിന് റോളുള്ള ഒരു പദ്ധതിയാണ്. എന്നാൽ ഇപ്പൊ നമുക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റും, 5580 കോടി രൂപ ചെലവഴിച്ചു എന്ന് മാത്രമല്ല, മലയാളിയുടെ ചിരകാല സ്വപ്നം, ലോകത്തെവിടെയുമുള്ള മലയാളി ആഗ്രഹിക്കുന്ന ഗതാഗത കുരുക്ക് മൂലം നമ്മുടെ സംസ്ഥാനം വീർപ്പുമുട്ടുന്നതിന് താൽക്കാലിക ആശ്വാസമായ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ 45 മീറ്റർ 6 വരി പ്രിയപ്പെട്ടവരെ 2025 ഡിസംബർ മാസത്തോടുകൂടി യാഥാർത്ഥ്യമാകുമെന്നുള്ള സന്തോഷ വിവരം നിങ്ങളെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കോഴിക്കോട് ജില്ലക്ക് അത്രയും സമയം വേണ്ട. ഏറ്റവും ആദ്യം ഇത് പൂർത്തീകരിക്കാൻ വേണ്ടി പോകുന്ന ജില്ല മലപ്പുറം ജില്ലയാണ്. ഈ ഏപ്രിൽ മാസം മെയ് മാസം ആകുമ്പോൾ തീരും. മലപ്പുറത്തോടെ നിങ്ങൾ പോകുമ്പോൾ കണ്ടില്ലേ എന്ത് വേഗം എത്തുന്നത്. ഞാന് ചക്കുംകടവിലെ പരിപാടി കഴിഞ്ഞ് നേരെ ഒളവണ്ണയിൽ വന്നിട്ടാണ് വന്നത്. ഇപ്പോ നമ്മുടെ ബൈപ്പാസിന്റെ പണികൾ കണ്ടില്ലേ, വേഗത്തിലായില്ലേ. ഇനി ചില്ലറ സ്ഥലത്തുള്ള പ്രശ്നം, അത് പരിഹരിക്കാൻ പറ്റും. കോഴിക്കോട് വേഗം കഴിയും. വടകര പെങ്ങളം അഴിയൂര് സ്ട്രെച്ചാണ് ചില പ്രശ്നങ്ങൾ, അതും നമുക്ക് തീർക്കാൻ പറ്റും. മാഹി ബൈപ്പാസിലൂടെ പോയവരല്ല ഇവിടെ ഇരിക്കുന്നത്. നേരത്തെ വടകരയിൽ നിന്ന് തലശ്ശേരി എത്താൻ എത്രയും നേരം? വടകരയിൽ നിന്ന് തലശ്ശേരിക്ക് 24 കിലോമീറ്റർ ഉള്ളൂ. എന്നാൽ വാഹനത്തിൽ പോയാൽ 1.5, 2.5 മണിക്കൂർ എടുക്കുക. ആരെങ്കിലും പോകണ്ടോ? ഇപ്പൊ ഒന്ന് പോയോക്ക്, 15 മിനിറ്റ് വേണ്ട, 15 മിനിറ്റ് വേണ്ട. നമ്മുടെ പാർട്ടി ജില്ലാ സമ്മേളനം നടന്നത് വടകരയാണല്ലോ, നിങ്ങൾക്കൊക്കെ അറിയാലോ, പ്രകടനത്തിൽ വന്നാണല്ലോ. മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് 3 ദിവസമായിരുന്ന് പൊതുസമ്മേളനത്തിൽ സംസാരിച്ചിട്ടാണ് പോയത്. പഴയ ഓർമ്മ വെച്ച് വടകരയിൽ മുമ്പ് ജില്ലാ സമ്മേളനം നടന്നിട്ടുണ്ട്. 2000 എടുത്ത് പരിശോധിച്ചാൽ 2002 നടന്നിട്ടുണ്ട്, 12 നടന്നിട്ടുണ്ട്. അന്നും പിണറായി വിജയൻ പങ്കെടുത്തിട്ടുണ്ട്. ആ ഓർമ്മ വെച്ചിട്ട് സഖാക്കൾ അവിടെ താമസിക്കാൻ മുറി ബുക്ക് ചെയ്തു. അപ്പോഴാണ് മുഖ്യമന്ത്രി പറഞ്ഞത്, അല്ല ഞാൻ എൻ്റെ വീട് ഇവിടെ അടുത്താണല്ലോ, പിണറായി എന്ന് പറഞ്ഞാൽ അധികം ദൂരമില്ല, ഞാൻ ഒരു 15-20 മിനിറ്റ് വീട്ടിലെത്തും, അതുകൊണ്ട് മുറി വേണ്ട, പണ്ടാണ് പറ്റൂ. ഓരോ ദിവസവും സമ്മേളനം കഴിഞ്ഞ് സഖാവ് വാഹനത്തിൽ പോകും. കാരണം ബ്ലോക്കില്ല, എല്ലാവർക്കും പോവാം. പിണറായി എന്ന് പറയുന്ന കണ്ണൂർ ജില്ലയിലെ സ്ഥലത്തേക്ക് വടകരയിൽ നിന്നും 20-25 മിനിറ്റ് കൊണ്ട് എത്താം. അത് സാധാരണ സ്പീഡ് പോയി എത്താം. തലശ്ശേരിക്ക് ഒരു 15 മിനിറ്റ് കൊണ്ട് എത്താം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് അല്ല 2016 കേരളത്തിൽ അധികാരത്തിൽ വരുന്നതെങ്കിൽ NH-66 ഉണ്ടാകുമായിരുന്നോ? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് അല്ല ഈ കേരളത്തിൽ അധികാരത്തിൽ വന്നതെങ്കിൽ മലയോര ഹൈവേ ഉണ്ടാകുമായിരുന്നോ? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് അല്ല ഈ കേരളത്തിൽ അധികാരത്തിൽ വന്നിരുന്നെങ്കിൽ സാധാരണക്കാരുടെ മക്കൾക്ക് പഠിക്കാൻ സർക്കാർ സ്കൂളുകൾ ഉണ്ടാകുമായിരുന്നോ?
ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് ഈ കേരളത്തിൽ അധികാരത്തിൽ വന്നില്ലായിരുന്നുവെങ്കിൽ സാധാരണക്കാർക്ക് ചികിത്സ ലഭിക്കാൻ ആശുപത്രി ഉണ്ടാകുമായിരുന്നോ? സർക്കാർ ആശുപത്രി. അതാണ് മാറ്റം, അതാണ് ഇടതുപക്ഷ ബദൽ. പശ്ചാത്തല വികസന മേഖലയിൽ റോഡുകൾ, പാലങ്ങൾ, ഹൈടെക് ക്ലാസ് മുറികളൊക്കെ ഒരുക്കുന്നതിൽ കിഫ്ബി വലിയ സംഭാവനയാണ് നൽകിയത്. അതും കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുക. കേന്ദ്രം ഫണ്ട് തരാതിരുന്നപ്പോ നമ്മൾ ആലോചിച്ചൊരു പദ്ധതിയാണ് കിഫ്ബി കൊണ്ടുവന്നത്. ഇപ്പൊ കിഫ്ബിയെ തകർക്കാൻ ശ്രമിക്കുകയാണ്. കിഫ്ബി ഇതിനെ വായ്പാ പരിധിയിൽ ഉൾപ്പെടുത്തില്ല. അപ്പൊ നമ്മൾ ചോദിച്ചു, നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ഇതുപോലെ ഏജൻസി അല്ലേ, അവരെ നിങ്ങൾ കൊടുക്കുന്ന അതേ സഹായം കിഫ്ബിക്ക് തരണ്ടേ? തരില്ല. ഇപ്പൊ കിഫ്ബി അംഗീകരിച്ചത് എത്ര പദ്ധതികളാണ്? 1147 പദ്ധതികൾ. ഈ റോഡ് ഉൾപ്പെടെ വീതി കൂട്ടാൻ പദ്ധതിക്ക് ഫണ്ട് അനുവദിച്ചു എന്നുള്ള സന്തോഷ വിവരം നിങ്ങളെ അറിയിക്കാൻ ഈ വേള ഞാൻ ഉപയോഗപ്പെടുത്താൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. ഇവിടുന്ന് അങ്ങനെ പാവങ്ങാട് തുടങ്ങി മാനാഞ്ചിറ വരെ എത്രയെത്ര റോഡുകൾ, എത്രയെത്ര പാലങ്ങൾ. 1147 പദ്ധതികൾക്ക് അപ്പൊ അനുമതി കിട്ടി. അതിൽ 87,408 കോടി 62 ലക്ഷം രൂപയുടെ പദ്ധതികൾക്കാണ് അനുമതി. പൊതുമരാമത്ത് വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം 511 പദ്ധതി, 33,101 കോടി രൂപയാണ് അനുവദിച്ചത്. 223 റോഡുകളാണ്, 91 പാലങ്ങളാണ്, 57 റെയിൽവേ മേൽപ്പാലങ്ങളാണ്, 15 ഫ്ലൈ ഓവറുകളാണ്, ഒരു അടിപ്പാത എന്നിവയൊക്കെയാണ്. ഇവിടെയും നമ്മൾ പല ആവശ്യമില്ലേ, നമ്മളിപ്പോ അതിനൊക്കെ എല്ലാവരും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കിഫ്ബി വഴിയാണ്. ഈ കിഫ്ബിയെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുന്നു. കടമെടുപ്പ് പരിധിയിൽ ഉൾപ്പെടുത്തുകയാണ് ഇപ്പൊ കേന്ദ്രം ചെയ്തത്. കിഫ്ബിയെ കടമെടുപ്പ് പരിധിയിൽ ഉൾപ്പെടുത്തി. നമ്മുടെ അടുത്ത് പരിശോധിച്ചാൽ കേന്ദ്രത്തിന് നമ്മുടെ സംസ്ഥാനം കൊടുത്ത തുക കടമെടുപ്പ് പരിധിയിൽ ഉൾപ്പെടുത്തി. ഫലത്തിൽ 11,000 കോടിയിലേറെ രൂപ കേരളത്തിന് ത്യജിക്കേണ്ടി വന്നു. ഇങ്ങനെ ഒരു ചതിയാണ് ചെയ്തത്. ഇങ്ങനെയൊക്കെ നമ്മൾ ഉപദ്രവിക്കുകയാണ്. ഇതിന്റെ പ്രയാസം അനുഭവിക്കുന്നത് ഈ നാട്ടിലെ ജനങ്ങളാണ്. നാട്ടിലെ ജനങ്ങൾ എന്ന് പറഞ്ഞാൽ അത് എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലുള്ളവരും. നമ്മുടെ മുന്നണിക്ക് വോട്ട് ചെയ്യുന്നവർ മാത്രമല്ല ഇതിന്റെ പ്രയാസം അനുഭവിക്കും. ഇതിന്റെ ഗുണഭോക്താക്കൾ നാട്ടിലെ ജനങ്ങളാണ്. മിനിഞ്ഞാന്ന് ഞാൻ പറഞ്ഞ താനൂരിലെ മറ്റൊരു പദ്ധതി, ഒരു പാലം. ആദ്യത്തെ പാലങ്ങളൊന്ന് കാണണമായിരുന്നു. ഇങ്ങനെ രണ്ടാൾക്ക് നടക്കാൻ പറ്റുന്ന ഒരു പാലമാണ്. ഒരു വണ്ടി കഷ്ടി പോകും. അവിടെയാണ് വലിയൊരു പാലം. 2 പഞ്ചായത്തിനെ ബന്ധിപ്പിക്കുന്നു, 2 മണ്ഡലങ്ങളെ ബന്ധിപ്പിക്കുന്നു. 2021 ഈ ഗവൺമെന്റ് വരുമ്പോ ഞങ്ങൾ നിശ്ചയിച്ചത് 5 കൊല്ലം കൊണ്ട് 100 പാലം പൂർത്തീകരിക്കും. പറ്റുമോ? ഒരു ബേജാറുണ്ടായിരുന്നു. മന്ത്രിയായ ഉടനെയാണ് ഒരു ബേജാറുണ്ടായിരുന്നു. പറ്റണം. ആലോചിച്ചപ്പോ എല്ലാവരും കൂടി ചേർന്ന് എല്ലാ മാസവും നമ്മൾ ഈ സംഘടനാ രംഗത്ത് എല്ലാവരും പ്രവർത്തിക്കുമ്പോൾ കമ്മിറ്റി വിളിക്കലും റിവ്യൂ ഒക്കെ നടത്തുന്നത് പോലെ എല്ലാ മാസവും പാലങ്ങൾക്ക് വേണ്ടി മാത്രം ഒരു റിവ്യൂ, ഒരു പുതിയ സംവിധാനം, ഭരണാനുമതി, സാങ്കേതിക അനുമതി, ടെൻഡർ കിട്ടിയതിന്റെ പ്രവൃത്തി എടുക്കുക എല്ലാ മാസവും ഞങ്ങൾ പരിശോധിച്ചു. 5 കൊല്ലം കൊണ്ട് 100 പാലം എന്നുള്ള ലക്ഷ്യം 3.25 കൊല്ലം കൊണ്ട് യാഥാർത്ഥ്യമാക്കാനായി എന്നുള്ള സന്തോഷ വിവരം നിങ്ങളെ പ്രത്യേകം അറിയിക്കാൻ ഈ വേള ഞാൻ ഉപയോഗപ്പെടുത്താൻ ആഗ്രഹിക്കുക. പാലങ്ങൾ, റോഡുകൾ, ഹൈടെക് ക്ലാസ് മുറികൾ, ഇങ്ങനെ കേരളം, കാത്ത് ലാബുകൾ, കേരളം മാറുന്നു. ആ കിഫ്ബിയെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്താൻ ശ്രമിക്കുക. മിണ്ടുന്നുണ്ടോ കോൺഗ്രസ്? മിണ്ടുന്നുണ്ടോ മുസ്ലിം ലീഗ്? എന്തെങ്കിലും മിണ്ടുന്നുണ്ടോ? BJP മിണ്ടായിരിക്കുന്ന മനസ്സിലാക്കുക. ഇവരെന്തെങ്കിലും മിണ്ടുന്നുണ്ടോ? ഒരക്ഷരം മിണ്ടാൻ തയ്യാറല്ല. കേരളത്തിലെ കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെയും നേതാക്കന്മാർ ഉറക്കത്തിൽ പോലും BJPക്കെതിരെ മിണ്ടാതിരിക്കാൻ ഒരു പ്രത്യേകതരം ഗുളിക കഴിക്കുന്നുണ്ട് എന്നാണ് ഇപ്പൊ നാട്ടിൽ സംസാരം. എന്തെങ്കിലും മിണ്ടുന്നുണ്ടോ? എവിടെയെങ്കിലും മിണ്ടിയോ? ഇന്ന് കോഴിക്കോട് ടൗണിൽ നമ്മുടെ പാർട്ടിയുടെ നേതൃത്വത്തിൽ പാർട്ടിയുടെ പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട ജില്ലാ സെക്രട്ടറി പങ്കെടുക്കുന്ന വലിയ പ്രതിഷേധ കേന്ദ്ര ബഡ്ജറ്റിനെതിരെ. ലോക്കൽ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ഇന്നലെയൊക്കെ ആയിട്ട് വലിയ പ്രതിഷേധ പടി എല്ലായിടത്തും നടന്നു. എവിടെയെങ്കിലും കോൺഗ്രസ് ഒരു പ്രകടനം നടത്തുന്നുണ്ടോ? എവിടെയെങ്കിലും മുസ്ലിം ലീഗ് നടത്തുന്നുണ്ടോ? അവർക്ക് ഇതൊക്കെ ഒരു പ്രശ്നമാണ്. ഓരോ പ്രശ്നം ഇപ്പൊ ആരാണ് അടുത്ത മുഖ്യമന്ത്രി? ഭരണം കിട്ടിയിട്ടല്ലേ മുഖ്യമന്ത്രി ഉണ്ടാവുക എന്നാ പാവങ്ങൾ ഓർക്കുന്നുണ്ടോ? മുസ്ലിം ലീഗ് പറഞ്ഞു ഞങ്ങൾക്കും വേണം ഒരു മുഖ്യമന്ത്രി. ഇനി നാളെ തൃണമൂൽ കോൺഗ്രസ് പറയുമെന്നറിയില്ല. അടുത്ത ഞങ്ങൾക്കും വേണം ഒരു മുഖ്യമന്ത്രി. പറയാൻ എല്ലാവർക്കും അവകാശമുണ്ട്. വോട്ട് ചെയ്യുന്നത് ജനങ്ങളാണ്. ഭരണത്തിൽ വരുന്നതിന് മുമ്പ് തന്നെ അടി.
അപ്പൊ ഭരണത്തിൽ വന്നാൽ എന്തായിരിക്കും സ്ഥിതി? നാട്ടിലെ ജനങ്ങൾ ചിന്തിക്കും, നാട്ടിലെ ജനങ്ങൾ ഓർക്കും. മുസ്ലിം ലീഗിനും വേണം മുഖ്യമന്ത്രി, കോൺഗ്രസിനും വേണം മുഖ്യമന്ത്രി. ഒരു കാര്യം ഉറപ്പാണ്, അടുത്ത പ്രതിപക്ഷ നേതാവ് കോൺഗ്രസ് ആണോ മുസ്ലിം ലീഗ് ആണോ എന്ന് തീരുമാനിക്കുന്നതായിരിക്കും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം എന്നുള്ളത് മാത്രം ചൂണ്ടിക്കാട്ടാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് ഒരു ബദൽ ഉയർത്തിപ്പിടിച്ച് മുന്നോട്ട് പോകുന്ന ഗവൺമെന്റാണ്. ആ ബദൽ ഈ നാട്ടിലെ സാധാരണ മനുഷ്യരുടെ പ്രതീക്ഷയാണ്. സാധാരണ മനുഷ്യരാണ് ഈ പ്രസ്ഥാനത്തിന്റെ കരുത്ത്. ആ കരുത്താണ് ഇടതുപക്ഷത്തിന്റെ ഊർജം. അത് നമ്മൾ മനസ്സിലാക്കുന്നു. അതിനെതിരെ ശബ്ദിക്കാൻ, ആ ഗവൺമെന്റിനെ അസ്ഥിരപ്പെടുത്താൻ BJP നടത്തുന്ന ഇടപെടലിനോടൊപ്പം തുള്ളാനാണ് കോൺഗ്രസിലെ ചില നേതാക്കന്മാരും മുസ്ലിം ലീഗിലെ ചില നേതാക്കന്മാരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ഭാഗത്ത് BJP ഉയർത്തുന്ന അപകടകരമായ മതവർഗീയത, ഇപ്പുറത്ത് ന്യൂനപക്ഷങ്ങൾക്കിടയിൽ മതവർഗീയത ആളിക്കത്തിക്കുന്ന ജമാഅത്ത് ഇസ്ലാമി പോലുള്ള സംവിധാനങ്ങളുമായി പരസ്യമായ സഖ്യത്തിലാണ് UDF പോകുന്നത്. ഇത് മുസ്ലിം ജനസാമാന്യത്തിൽ കടുത്ത അതൃപ്തി ഉണ്ടാക്കുന്നു. സുന്നി വിഭാഗം, അത് AP വിഭാഗം ആയിക്കൊള്ളട്ടെ, EK വിഭാഗം ആയിക്കൊള്ളട്ടെ, മതരാഷ്ട്രവാദത്തിനെതിരാണ്. മതസാഹോദര്യം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. മുസ്ലിം ജനസാമാന്യത്തിൽ ഹൈന്ദവ സഹോദരന്മാരെ പോലെ തന്നെ, ക്രൈസ്തവ സഹോദരന്മാരെ പോലെ തന്നെ മുസ്ലിം സഹോദരന്മാർക്കും മഹാഭൂരിപക്ഷത്തിനും ലക്ഷ്യം മതസാഹോദര്യമാണ്. അവരുടെ ആഗ്രഹം മതസാഹോദര്യമാണ്. മതരാഷ്ട്രം ആഗ്രഹിക്കുന്നവരൊക്കെ വളരെ കുറവാണ്. അങ്ങനെ ആഗ്രഹിക്കുന്ന RSSനെ പോലെ മതരാഷ്ട്രം ആഗ്രഹിക്കുന്ന ജമാഅത്ത് ഇസ്ലാമിയുമായി പരസ്യമായ സഖ്യം, അതാണ് UDF ഇപ്പൊ മുന്നോട്ട് വെക്കുന്നത്. അത് മുസ്ലിം ജനസാമാന്യത്തിൽ തന്നെ കടുത്ത എതിർപ്പിന് കാരണമായി മാറുന്നു. മുസ്ലിം ലീഗിൽ നിന്ന് ഉപദേശം കേൾക്കുന്നത് ജമാഅത്ത് ഇസ്ലാമിയുടെ ഉപദേശമാണ്. സുന്നി വിഭാഗം, അത് AP ആയിക്കൊള്ളട്ടെ, EK ആയിക്കൊള്ളട്ടെ, മതസാഹോദര്യത്തിന് വേണ്ടി നിലകൊണ്ട ആ വിഭാഗത്തിൽ കടുത്ത അതിർത്തി ഉയർന്നു വരികയാണ്. ജമാഅത്ത് ഇസ്ലാമി പറയുന്നിടത്തേക്ക് പോകുന്ന രാഷ്ട്രീയ പാർട്ടിയായി മുസ്ലിം ലീഗ് മാറുന്നു, കോൺഗ്രസ് മാറുന്നു. ഇതാണ് ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യം. ഇങ്ങനെയുള്ള രാഷ്ട്രീയ സാഹചര്യത്തിലാണ് നമ്മുടെ പാർട്ടിക്കെതിരെ എല്ലാ നിലയിലുമുള്ള അക്രമങ്ങൾ വരുന്ന ഘട്ടത്തിൽ, കണ്ണിലെ കൃഷ്ണമണി പോലെ ഞാനും നിങ്ങളും നമ്മുടെ പാർട്ടിയെ സംരക്ഷിക്കേണ്ട ഒരു ഘട്ടത്തിലാണ് സഖാവ് ബാലേട്ടനെ നാം സ്മരിക്കുന്നത്. എങ്ങനെയാണ് പാർട്ടി ഒരു വ്യക്തിക്ക് വളർത്താനാവുക എന്നുള്ളതിന് ഉത്തമ ഉദാഹരണമാണ് ബാലേട്ടൻ. നമ്മൾ ഓരോരുത്തരുടെയും ചലനം പോലും നമ്മുടെ പാർട്ടിയുടെ വളർച്ചയുമായി ബന്ധപ്പെട്ടുള്ളതാണ്. നമ്മളുടെ പുഞ്ചിരി, നാം ഒരു ഹസ്തദാനം നൽകുന്നത് പോലും നമ്മുടെ പാർട്ടിയിലേക്ക് പുതിയൊരാൾ കടന്നു വരുന്നതിന് കാരണമാണ്. അതിന് നമുക്ക് മാതൃകയാണ് സഖാവ് ബാലേട്ടൻ. അത് നാം ഓർക്കണം എന്ന് മാത്രം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഇവിടെ വരാനും പാർട്ടി പ്രവർത്തനത്തോടൊപ്പം ഒരുമിച്ച് പ്രവർത്തിച്ച ഒരുപാട് പേരെ കാണാനും സാധിച്ചതിന്റെ സന്തോഷം കൂടി പങ്കുവെച്ചുകൊണ്ട് നിർത്തുകയാണ്. എല്ലാവർക്കും അഭിവാദ്യങ്ങൾ.